മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു കാര്യമാണ് സങ്കടവും ദുഃഖവും കണ്ണുനീരുമൊക്കെ. കരഞ്ഞു കരഞ്ഞ് ജീവിതം കയ്പായി തീർന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമായി, എൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടോ? എൻ്റെ കണ്ണുനീര് ആരെങ്കിലും കാണുന്നുണ്ടോ? എൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ടോ? 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനത്തിൽ ദാവീദ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ധ്യാനം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആരോരും കാണാതെ നീ ഒഴുക്കിയ കണ്ണുനീർ വേദപുസ്തക വെളിപ്പാടിൽ കണ്ണുനീര് ഒരു വിതയാണ്. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കണ്ണുനീർ. ആരു കണ്ണുനീരൊഴുക്കുന്നുണ്ടോ ആ കണ്ണുനീരൊരു വിതയാണ്. ആ വിതയ്ക്ക് ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാറിപ്പോയ ഒന്നാണ് കണ്ണുനീര്. പ്രതിസന്ധിയുടെ മുമ്പിൽ കരയുന്നവരുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ കരയുന്നവരുണ്ട്, സ്നേഹിതരുടെ മുമ്പിൽ കരയുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് വചനത്തിൽ കൂടെ ഒരു ഉറപ്പ് തരാം, അവരുടെ ആരുടെ മുമ്പിൽ നിങ്ങൾ കരയരുത്. നിങ്ങൾ കരയേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ കരയുന്ന വ്യക്തിയാണെങ്കിൽ വേറെ ആരുടെയും മുമ്പിൽ കരയേണ്ടി വരികയില്ല. വേദപുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരാളെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വീടിനകത്ത് അവൾ സഹിച്ച പ്രതിസന്ധിയുടെ നടുവിൽ അവൾ കുറെ നാൾ കരഞ്ഞു, കുറെ നാൾ പട്ടിണി കിടന്നു. ഒറ്റയ്ക്കിരുന്നു, കരഞ്ഞു, പട്ടിണി കടന്നു. എന്നിട്ടും അവിടെ പ്രശ്നത്തിന് പരിഹാരമായില്ല. ഒരിക്കൽ അവൾ ദൈവാലയത്തിൽ ചെന്ന് ഒരു കരച്ചിൽ കരഞ്ഞു. ആ കണ്ണുനീർ അവിടെ മറുപടിയിലേക്ക് അവളെ കൊണ്ടുപോയി. ഇനി വചനം കേൾക്കുമ്പോൾ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ കരയാതിരിക്കുക, ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് കരയാതിരിക്കുക, അപ്പന്റെ മുമ്പിൽ മക്കൾ കരയാതിരിക്കുക, മക്കളുടെ മുമ്പിൽ അപ്പനും അമ്മയും കരയാതിരിക്കുക. എല്ലാവരും കരയേണ്ട ഒരേ സ്ഥലം ദൈവസന്നിധിയാണ്. ആര് ദൈവത്തിനു മുമ്പിൽ കരയുന്നു അത് തുരുത്തിയിൽ ശേഖരിക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ കരയുമ്പോൾ അവന്റെ ഹൃദയം തകരും. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. കണ്ണുനീരൊരു വിതയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കരയുന്ന വിഷയം ദൈവത്തിന്റെ തുരുത്തിയിൽ ഒരപേക്ഷ പോലെ കണ്ണുനീരായി ഉണ്ട്. ആ തുരുത്തിയിലെ കണ്ണുനീര് അവ കണ്ട് നിനക്ക് മറുപടി തരുന്നൊരു ദൈവമാണ്. അതൊരു വ്യതയാണ്. അതിനാർപ്പോടൊരു കൊയ്ത്തുണ്ട്. ഈ 2025 തന്നെ നീ ഒഴുക്കിയ കണ്ണുനീരിന് തക്കിയൊരു മറുപടി യേശു നിനക്ക് തരട്ടെ. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കണ്ണുനീരോടെ കരയുന്ന മക്കൾക്ക് മനുഷ്യന്റെ മുമ്പിൽ കരയാതെ ദൈവത്തിനു മുമ്പിൽ കരയാൻ വിശേഷ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ടല്ലോ, അതിന് തക്കിയൊരു കൊയ്ത്ത് കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു.